നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കാവുമ്പടി റോഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തെ ചൊല്ലി ജനപ്രതിനിധിയും പ്രാദേശിക നേതാവും നേർക്കുനേർ. വാർഡ് കൌൺസിലർ രാജശ്രീ രാജുവും കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസുമാണ് അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. BSNL കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാടുകയറി നശിക്കുന്നു. ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. കെട്ടിടങ്ങൾ നവീകരിക്കാൻ കഴിയുന്ന നിലയിൽ. ചെമ്പ് പട്ടകൾ മോഷണം. കോതമംഗലം ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് മോഷണം നടന്നത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കോടികൾ മുടക്കി നിർമ്മിച്ച മൂവാറ്റുപുഴ നഗരസഭ ആധുനിക അറവുശാല നാശത്തിന്റെ വക്കിൽ. കെട്ടിടവും പരിസരവും പൂർണ്ണമായും കാടുകയറി മൂടി. വായന പക്ഷാചരണ പ്രവർത്തനം. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് വായനദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാവുമ്പടി റോഡിൽ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അവകാശവാദങ്ങളുമായി വാർഡ് കൌൺസിലറും പ്രാദേശിക നേതാവും രംഗത്ത്. വാർഡ് കൌൺസിലർ രാജശ്രീ രാജുവും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസുമാണ് അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ കപ്പേളയ്ക്ക് സമീപം മാത്തിക്കുഴൽനാടൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ ലൈറ്റ് അനുവദിച്ചതിലെ അവകാശവാദങ്ങളുമായി വാർഡ് കൌൺസിലറും പ്രാദേശിക നേതാവും രംഗത്ത്. വാർഡ് കൌൺസിലർ രാജശ്രീ രാജുവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസുമാണ് അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് MLA ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഉദ്ഘാടനത്തെ തുടർന്ന് വാർഡ് കൌൺസിലറിനും UDF സ്ഥാനാർത്ഥിയായിരുന്ന ജേക്കബ് തോമസിനും അഭിനന്ദനം അറിയിച്ചുള്ള 2 ഫ്ലെക്സ് ബോർഡ് ലൈറ്റിനോട് ചേർന്ന് ഉയർന്നിരുന്നു. ഇതോടെയാണ് അവകാശവാദങ്ങളുമായി ഇരുവരും രംഗത്തെത്തിയത്. വാർഡ് കൌൺസിലറായ തന്നെയോ നഗരസഭാ അധ്യക്ഷയെയോ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയതെന്നും ഇതിനു പിന്നിൽ തരംതാണ രാഷ്ട്രീയ കളികളാണെന്നും എട്ടുകാലി മമ്മൂൻ ചമയുകയാണെന്നും കൌൺസിലർ രാജശ്രീ രാജു ആരോപിച്ചു. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നമ്മുടെ MLAയുടെ ഫണ്ടിൽ നിന്നും 11 വാർഡുകളിലേക്ക് ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിക്കുന്നതിനൊരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അത് 30/10/2024 ആ പ്രമേയം പാസ്സായത്. അത് നേരിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ സമയത്ത് 22-ാം വാർഡിൽ 2 ഹൈമാസ്റ്റ് ലൈറ്റാണ് അദ്ദേഹം അനുവദിച്ചത്. അതൊന്ന് മുൻ ചെയർമാൻ്റെ റിക്വസ്റ്റ് പ്രകാരം കോടതിയുടെ മുമ്പിലും, ഒന്ന് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം കപ്പേളയുടെ ഓപ്പോസിറ്റുമാണ് അത് നൽകിയത്. അതിന് ഇപ്പോൾ എനിക്കെതിരെ മത്സരിച്ച അദ്ദേഹം മുന്നിട്ടിറങ്ങിയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് നേടിയെടുത്തതെന്നൊരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അതിൽ വളരെ അധികം ദുഃഖമുണ്ട്. നഗരസഭ അധ്യക്ഷയോ വാർഡ് കൗൺസിലറായ എന്നെയോ ആ വിവരം അറിയിക്കാതെ MLA വന്നത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത് MLAയുടെ ഒരു MLA ഞാൻ കുറ്റപ്പെടുത്താൻ അതിൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു പ്രോട്ടോകോൾ ഉള്ളതാണ്. എന്നെയും നമ്മുടെ നഗരസഭാ അധ്യക്ഷയും അതറിയിക്കേണ്ടതായിരുന്നു. പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഈ കേരള കോൺഗ്രസ് ഉണ്ട്. അവർക്കൂടെ ഇങ്ങനെ ഒരു വ്യക്തിയുടെ പ്രവൃത്തി നാണക്കേടായി വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ സ്വഭാവമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഇനിയും ഇത്തരം നടപടികൾ ദൈവത്തെ ഓർത്ത് സ്വീകരിക്കാതിരിക്കുക. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുന്നിൽ നിന്നത് താനാണെന്നും നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് MLA ചടങ്ങിനെത്തിയതെന്നുമാണ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസിന്റെ വാദം. ഇവിടുത്തെ വാർഡ് കൗൺസിലർ പറയുന്നു ഇതിനകത്ത് അവരിടപെട്ടിട്ടാണ് നടത്തിയതെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന് വ്യക്തമായിട്ട് പറയാം. ഈ കാണുന്ന വീട്ടിലെ സോബി എന്ന് പറയുന്ന പയ്യൻ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിയുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ MLA വിളിച്ച് MLA ഒന്ന് കാണണമെന്ന് പറഞ്ഞു. MLA ചെല്ലാൻ പറഞ്ഞു. MLA അടുത്ത് തന്നെ പറഞ്ഞു ഞാൻ MLA ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് നിർബന്ധമായിട്ടും വേണം, കാരണം ഇത് മെയിൻ ജംഗ്ഷനാണ്, എല്ലാ സ്ഥലത്തേക്കും വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനാണ്, അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ MLA പറഞ്ഞു പൂർണ്ണമായി MLA എന്നോട് സഹകരിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്ക് സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ ഈ ലൈറ്റിന് അനുവാദം തരുകയാണ് ഉണ്ടായത്.
അത് കഴിഞ്ഞ് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പരാജയപ്പെട്ടു. എങ്കിൽ പോലും ഈ വാർഡിലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പോലും ഞാൻ ഈ കാണുന്ന റോഡിലെ പുല്ല് ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളും കൂടി അത് വെട്ടിമാറ്റിയതാണ്. കാരണം അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത അത്രയും കാട് പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഈ ഫൗണ്ടേഷൻ ഇടാൻ വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന ആളുകൾ എന്നെ വിളിച്ച് ഇവിടെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇടാൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മുഴുവൻ വേസ്റ്റായിരുന്നു. ആ വേസ്റ്റ് ഞാനും ഈ വീട്ടിലെ ആളുകളെല്ലാവരും കൂടിയാണ് മാറ്റിയത്. ആ സമയത്ത് ഞങ്ങൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഞങ്ങൾ ആ വേസ്റ്റ് മാറ്റുന്നതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഈ ഫ്ലെക്സിൽ ഇവിടുത്തെ നാട്ടുകാർ വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരെ ആളുകൾ MLA ഇവിടെ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ അവാർഡ് ഫംഗ്ഷന്, അതായത് MLAയുടെ മെറിറ്റ് അവാർഡ് ഈ അരമന കോംപ്ലക്സിലായിരുന്നു അന്ന് ആ ദിവസം നടന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ലൈറ്റ് വെച്ചിട്ട് അദ്ദേഹം വന്നില്ലല്ലോ, ഇവിടെ വന്ന് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യണം, അതുകൂടാതെ ഞങ്ങൾ മധുരം വിളമ്പൊന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും വിളിച്ചു, ഞാനും ഇവിടെ വന്നു. MLAക്ക് പൂർണ്ണമായിട്ടും അറിയാം ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം നടന്നത്. ഇവിടുത്തെ നാട്ടുകാർക്കും അറിയാം. ഈ നാട്ടിൽ എന്തോരം ലെറ്റർ കൊടുക്കുന്നു ആളുകൾ എന്തോരം ലെറ്റർ കൊടുക്കുന്നു. ഇവിടെ കൊച്ചി മെട്രോ വന്നെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിന് ഞാൻ ലെറ്റർ ഞാൻ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ കൊച്ചി മെട്രോ വന്നത്. നമ്മുടെ കാവുമ്പടി ഭാഗത്തെ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഈ സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന മന്ത്രിസ്ഥാനമാണ് മോഹൻ സാറിന് ജലസേചന വകുപ്പ്. അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് ആദ്യം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് ഈ നിർമ്മാണം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് പറഞ്ഞ് 2,47,00,000 രൂപ ഇതിനു വേണ്ടി അനുവദിച്ചേക്കുവാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണെങ്കിൽ പറയട്ടെ, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ കൗൺസിലർ പറയട്ടെ, ഞാനല്ല പറഞ്ഞിരിക്കുന്നതെന്ന് പറയട്ടെ. 100% ഞാൻ പറയുകയാണ്, ഞാൻ ഇടപെട്ടത് കൊണ്ടാണത് നടപ്പാകാൻ പോവുകയാണ്. കാവുമ്പടി പ്രദേശത്തെ ജനങ്ങളുടെ ഹൈമാസ് ലൈറ്റ് എന്ന നീണ്ട നാളത്തെ ആവശ്യം നടപ്പായെങ്കിലും നേതാക്കൾ തമ്മിലുള്ള അവകാശവാദങ്ങൾ തുടരുകയാണ്. BSNL കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാടുകയറി നശിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങൾ നവീകരിച്ചാൽ സർക്കാർ ആവശ്യങ്ങൾക്കും പൊതുസേവന സ്ഥാപനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന നിലയിലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ BSNL കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാടുകയറി നശിച്ചു പോകുകയാണെന്ന വ്യാപക പരാതിയെ തുടർന്ന് MPയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ജനപ്രതിനിധികൾ, BSNL ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നഗരസഭാ അതിർത്തിക്കുള്ളിൽ 5 പ്രോപ്പർട്ടികളിലായി ഏകദേശം 10 ഏക്കർ സ്ഥലവും നിരവധി കെട്ടിടങ്ങളുമാണ് BSNLന്റെ ഉടമസ്ഥതയിലുള്ളത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലാണെങ്കിലും ഭൂരിഭാഗം കെട്ടിടങ്ങളും നവീകരിച്ചാൽ സർക്കാർ ആവശ്യങ്ങൾക്കും പൊതുസേവന സ്ഥാപനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ലീസിനോ വാടകയ്ക്കോ നൽകാൻ BSNL തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൊതുമുതൽ നശിക്കാൻ അനുവദിക്കില്ലെന്നും കെട്ടിടങ്ങൾ സംരക്ഷിച്ച് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കുമെന്നും MP ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നിർദ്ദേശങ്ങളും നൽകുമെന്നും MP പറഞ്ഞു. മൂവാറ്റുപുഴയിൽ ഈ ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന CTU ബിൽഡിംഗ്, അതോടൊപ്പം തന്നെയുള്ള മറ്റ് ക്വാർട്ടേഴ്സ്, പിന്നീട് വെള്ളൂർക്കുന്നത്തുള്ള ക്യാമ്പസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് എല്ലാം കൂടി കൂട്ടിയാൽ ഏതാണ്ട് 10 ഏക്കറോളം വരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം BSNLനും അല്ലെങ്കിൽ അതിൻ്റെ പേരൻ്റ് അതോറിറ്റി ആയിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിനും ഉണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ പോക്കുവരവ് നടക്കാത്തതിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോക്കുവരവ് നടപടികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് വിൽക്കുന്നതിന് പോലും കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ, അല്ലെങ്കിൽ വാടകയ്ക്ക് സുഖമായി കൊടുക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റും എന്നതാണ്. ഏതായാലും ഈ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഈ ബിൽഡിങ്ങുകൾ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള തരത്തിൽ ശരിയാവണ്ണമുള്ള കൂടിയാലോചനകൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പത്രവാർത്തകളൊക്കെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിൽ ഇതുപോലെയുള്ള ഭൂരിഭാഗം മേഖലയിലും പറയപ്പെടുന്നത് പോലെ കാട് പിടിച്ച് കിടക്കുന്നു. അത് ഇഴജന്തുക്കൾ ഉൾപ്പെടെ വലിയ സൗകര്യമൊരുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആളുകൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ സ്ഥലപരിശോധനയ്ക്ക് വരാൻ തീരുമാനിച്ചത്.
ഇപ്പം മൂവാറ്റുപുഴയും കോതമംഗലവും. അപ്പോൾ ഈ 2 നിയോജകമണ്ഡലത്തിലെ BSNLന്റെ ഒരു സമ്പൂർണ്ണ റിവ്യൂ ആണ് ഇന്നത്തെ ദിവസം. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും സംയുക്ത യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് ആവശ്യക്കാർക്ക് BSNL കെട്ടിടങ്ങൾ വാടകയ്ക്കോ ലീസിനോ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. അതിന് സാധിക്കാത്ത പക്ഷം കെട്ടിടങ്ങളും സ്ഥലങ്ങളും നഗരസഭ ഏറ്റെടുത്ത് പൊതുപ്രയോജനത്തിനായി വിനിയോഗിക്കാനുള്ള സാധ്യതകളും ഗൗരവമായി പരിശോധിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട MPയുടെയും അതുപോലെ തന്നെ BSNLന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇന്ന് നടന്നിരുന്ന ഈ ഒരു വിസിറ്റ് വളരെ പ്രയോജനപ്രദമായ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നഗരസഭയും. കാരണം 10 ഏക്കറോളം വരുന്ന ഒരു പ്രോപ്പർട്ടി വിവിധ ഭാഗങ്ങളിലായിട്ട് എടുക്കുന്ന പ്രോപ്പർട്ടിയാണ് BSNLന്റെ അണ്ടറിൽ വരുന്നത്. ഈ പ്രോപ്പർട്ടികളുടെ ബാക്കി ഡോക്യുമെന്റേഷനുകളൊക്കെ പരിശോധിച്ചിട്ട് സാധിക്കുന്നവ നമ്മൾ ഈ മൂവാറ്റുപുഴയിൽ തന്നെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് വിളിക്കുകയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് അത് റെന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ശ്രമം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജിനു മടേക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം, BSNL ജനറൽ മാനേജർ ജേക്കബ് PA, ഡെപ്യൂട്ടി ജനറൽ മാനേജർ കുഞ്ഞിക്കോയ, അസിസ്റ്റന്റ് ജനറൽ മാനേജർമാരായ സുരേഷ് MC, വീരേഷ്, ബീന P പണിക്കർ എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും ചെമ്പുപട്ടകൾ മോഷ്ടിച്ച പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അസം സ്വദേശി ബോക്തോറയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. കോതമംഗലം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും എർത്തിനായി ഉപയോഗിച്ചിരുന്ന ചെമ്പുപട്ടകൾ മോഷ്ടിച്ച കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. കഴിഞ്ഞ 14 രാത്രിയാണ് തങ്ങളത്തെ BSNL എക്സ്ചേഞ്ചിൽ മോഷണം നടന്നത്. പ്രതിയായ അസം സ്വദേശി ബോക്തോറയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ എൽദോ പോൾ, അജികുമാർ PK, റെക്സ് പോൾ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടികൾ മുടക്കി നിർമ്മിച്ച മൂവാറ്റുപുഴ നഗരസഭയിലെ ആധുനിക അറവുശാല പൂർണ്ണമായും നാശത്തിന്റെ വക്കിൽ. കെട്ടിടവും പരിസരവും പൂർണ്ണമായും കാടുകയറി മൂടിയ അവസ്ഥയിലാണ്. പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും വെറും വാക്കിലൊതുങ്ങിയതോടെ കോടികൾ മുടക്കി നിർമ്മിച്ച മൂവാറ്റുപുഴ നഗരസഭയിലെ ആധുനിക അറവുശാല പൂർണ്ണമായും നാശത്തിന്റെ വക്കിൽ. മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഉയർന്ന ഹർജിയെ തുടർന്ന് 1 പതിറ്റാണ്ട് മുൻപാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അറവുശാല അടച്ചുപൂട്ടിയത്. നിലവിൽ കെട്ടിടവും പരിസരവും പൂർണ്ണമായും കാടുകയറി മൂടിയ അവസ്ഥയിലാണ്. പ്രദേശം കാടുകയറിയതോടെ ഇത് സാമൂഹിക വിരുദ്ധരുടെയും തെരുവു നായകളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. കെട്ടിടം നശിക്കുന്നത് ഒഴിവാക്കാൻ മുൻപിത് മിനി ഓഡിറ്റോറിയമാക്കി മാറ്റാൻ നീക്കങ്ങൾ നടന്നിരുന്നെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരു വെൽനസ് സെന്റർ ആരംഭിക്കാൻ നിർദ്ദേശമുയർന്നത്. പദ്ധതിയുടെ സാധ്യതകൾ പരിശോധിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, കൗൺസിലർ CM ഷുക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ അറവുശാലയിൽ നേരിട്ടെത്തി പരിശോധനയും നടത്തിയിരുന്നു. കൗൺസിലിൽ വിശദമായ ചർച്ചകൾ നടത്തി തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്ന് വൈസ് ചെയർമാൻ അബ്ദുൽ സലാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധികളുടെ പരിശോധന കഴിഞ്ഞ് നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഒന്നുപോലും ആയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ മെല്ലെപ്പോക്ക് നയത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കോടികൾ മുടക്കി നിർമ്മിച്ച ആധുനിക കെട്ടിടം നശിപ്പിക്കാതെ പ്രഖ്യാപിച്ച വെൽനസ് സെന്റർ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്നും പ്രദേശം വൃത്തിയാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വായന പക്ഷാചരണ പ്രവർത്തനങ്ങൾക്ക് പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് വായനദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ വായനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് വായനാ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ഒപ്പം തന്നെ ടീച്ചർക്ക് സപ്പോർട്ടായിട്ട് ടീച്ചറിൻ്റെ ഹസ്ബൻഡും ഒപ്പം കവിയും
നാടൻ പാട്ടിൻ്റെ ശൈലികളുമായിട്ട് കുമാർ സാർ ഒപ്പത്തി എന്നുള്ളതിലുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. വളരെയധികം അർത്ഥവത്താക്കാൻ വേണ്ടി ഏറ്റവും സാധ്യമായി എന്നുള്ളതിലുള്ള സന്തോഷം മനസ്സിനെ അറിയിച്ചുകൊള്ളുന്നു. അധ്യാപികയും എഴുത്തുകാരിയുമായ CN കുഞ്ഞുമോൾ കവിതയുടെ രസം എന്ന വിഷയത്തിലും നാടൻപാട്ട് കലാകാരനായ കുമാർ K മുടവൂർ നാടൻപാട്ടിന്റെ താളം എന്ന വിഷയത്തിലും കുട്ടികൾക്കായി ക്ലാസുകൾ നയിച്ചു. പെരുമ്പാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വായനാ പൂർണിമ സാംസ്കാരിക വേദി വിദ്യാലയത്തിലേക്ക് നൽകിയ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം കൺവീനർ നജീബ് PA നിർവഹിച്ചു. HM ഇൻചാർജ് റഹ്മത്ത് PM അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപികയും സ്കൂൾ ലൈബ്രറി കോർഡിനേറ്ററുമായ സബിത PE വായനാദിന സന്ദേശം നൽകി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ ലൈബ്രറി സന്ദർശനം, പുസ്തക പരിചയം, ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം, പുസ്തകാസ്വാദനം തുടങ്ങിയ വിവിധ പരിപാടികളാണ് നടന്നുവരുന്നത്. അധ്യാപകരായ ശ്രീലക്ഷ്മി NR, ജ്യോതി K ഭാസ്കർ, KM നൌഫൽ, ആശ OS എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ഐശ്വര്യ ഹോമിയോപ്പതി ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 5-ന് സൗജന്യ പനി ക്ലിനിക്കും അലർജി അഡിനോയിഡ് രോഗ ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കും. മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടക്കുന്ന ക്യാമ്പ് മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രജിത ഉദ്ഘാടനം ചെയ്യും. 4-ാം വാർഡ് കൗൺസിലർ മനോജ് G, 28-ാം വാർഡ് കൗൺസിലർ രജനി MA എന്നിവർ പ്രസംഗിക്കും. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ സൗത്ത് മാറാടി ചാത്തനാം തടത്തിൽ CU കുര്യാക്കോസ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 3-ന് സൗത്ത് മാറാടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. ഭാര്യ ചിന്നമ്മ, വാളകം, മുണ്ടയ്ക്കൽ കുടുംബാംഗം. മക്കൾ പരേതനായ എൽദോസ്, ഷീബ, ഷിബി. മരുമക്കൾ ബെന്നി അമ്പാട്ടുതോട്ടത്തിൽ പിറമാടം, ബിജു മലയിൽ പുത്തൻപുരയിൽ, സൗത്ത് മാറാടി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.